ലവേഴ്സ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ക്രോഷ്യ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. ആ ഒരു സമയം തൊട്ട് ഈ ഒരു സമയം വരെ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ള ബേബി ഗേൾസിൻ്റെ ഫ്രോക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെരി ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്ത ഒരു ഫ്രോക്കാണ് ഇത്. ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ചെയ്തപ്പോൾ കിട്ടിയൊരു സന്തോഷം ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റെഡും വൈറ്റും ഒരു കോമ്പിനേഷൻ. പിന്നെ ഇത് ന്യൂ ബോൺ ബേബിക്ക് പറ്റിയ ഉടുപ്പാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. എന്നാലും കുറെ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, യാൻസിനൊക്കെ പൈസ പോവില്ലേ? അതെ, ക്രോഷ്യ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. പക്ഷെ നമ്മുടെ പാഷന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ചെയ്തതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ, ഹാൻഡ് മെയ്ഡ് ആണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. ഇത് പിങ്കും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ ചെയ്തതാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ബേബി ഗേൾസ് ഡെലിവറി ആവണമെന്നുണ്ടെങ്കിൽ, ബേബി ഗേൾ ഡെലിവറി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ ഞാനാണെങ്കിൽ ഇതിന് ഹെയർ ബാൻഡും ചെയ്യാറുണ്ട്, ഷൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ. ഇതും പിങ്കും വൈറ്റും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്കാണ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വീഡിയോ കൂടെ എത്രത്തോളം ഭംഗി ഇതിൻ്റെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊരു പാൻറ് മാത്രമായിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ജസ്റ്റ് എനിക്ക് കൗതുകം തോന്നിയിട്ട് ഇതിൻ്റെ പാറ്റേൺ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇതൊരു കാർഡിഗനാണ്. ഇതും എനിക്ക് ഏറ്റവും കൂടുതൽ ബേബി ഗേളിന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പിങ്കും വൈറ്റും ആണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയുണ്ട്, നല്ലതല്ലേ? പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു സ്വെറ്ററാണ്. ഇതാണ് സ്വെറ്റർ. ഇത് പിന്നെ ബേബി ഗേളിനോ ബേബി ബോയ്ക്കോ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഫൈനലി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ കൂടുതലും ഡോൾസിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഫ്രോക്കൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഫൈനലി ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു വിൻ്റർ ക്രോപ്പ് ടോപ്പ് ചെയ്തതാണിത്. എനിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. നന്നായിട്ടില്ലേ? ഞാൻ ഈ ക്രോഷ്യ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് കുറേ ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ യൂട്യൂബ് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിക്കുന്നത് എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, വളരെയധികം കൺഫ്യൂഷൻ വരും. അതുകൂടാതെ തന്നെ എനിക്ക് സ്റ്റിച്ചസിൻ്റെ പേരൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് കണ്ടു. എന്നിട്ട് എനിക്ക് കുറേ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നിയപ്പം ഞാനൊരു ഹുക്കും എൻ്റെ വില കുറഞ്ഞൊരു യാൻസും വാങ്ങിച്ചു. എന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നൂല് കുരുങ്ങുക, ഇത് ചെയ്യാൻ, കാരണം ആരും പഠിപ്പിച്ചിരുന്നില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യുന്നല്ലേ. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ വെച്ചിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് ആ നൂലും ആ ഹുക്കും എടുത്തിട്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്ത് അങ്ങനെ എനിക്ക് മനസ്സിലായി. ആദ്യം തുടങ്ങുന്ന സമയത്ത് എനിക്ക് സ്റ്റിച്ചിൻ്റെ പേരൊന്നും അറിയൊന്നുമില്ല. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ചിലർ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല, ചിലർ പറഞ്ഞു തന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വീഡിയോസ് കണ്ടാണ് ഞാൻ ക്രോഷ്യ പഠിച്ചത്. പിന്നെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും. അങ്ങനെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞാൻ പാറ്റേൺ പറഞ്ഞു തരുന്നുണ്ടാവുക കേട്ടോ.